എന്റെ അടുത്ത് വന്നിക്ക്, ഞാൻ ഫ്രണ്ട് ക്യാമറയാ. അപ്പൊ ഗൈസ് എല്ലാവർക്കും നമ്മുടെ എഫ് ഗെയിം 2.0 എന്നുള്ള നല്ല പുതിയൊരു അല്ലടാ നല്ല യൂട്യൂബ് ചാനലടാ പറ ഈ അടിക്കാൻ പറ്റുള്ളല്ലോ അടിക്കരുത് രാമേട്ടാ. അപ്പൊ നമ്മള് കളിക്കുന്ന സർവിലാണ്. അത് ഈ പൊട്ടന്റെ കൂടെ പൊട്ടന്റെ നമ്മുടെ ആരാ ഐഷാന്റെ കൂടെയാണ് ഗൈസ് കളിക്കുന്നത്. എന്താണോ അവസ്ഥ എന്നൊന്നും എനിക്കറിയില്ല. എന്താവോ അവസ്ഥ എന്നൊന്നും എനിക്കറിയില്ല ഗൈസ്. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മളെ കൂട്ടുകാരൻ ഇങ്ങനെ അടിച്ച് ചാവണല്ലോ നീ. എടാ ചാവട കൂട്ടുകാരൻ അടിച്ച് അയ്യോ ചാവണല്ലോ ഈ ബംഗാളി ഇവരെന്തിനാ അടിച്ച് ഇങ്ങനെ അടിച്ച് അതാ ചാവ. അത് നമ്മള് സമയം ഇശാന വാട സമയങ്ങളെ ടൈമില്ല. പിന്നെ എന്നിട്ട് പറയണ ആള് അല്ല ഫസ്റ്റ് നമ്മൾ അടിച്ചു കണ്ട് തുടങ്ങാൻ. അത് മൈൻക്രാഫ്റ്റിന്റെ നിയമം തന്നെ അത്. നീ തെറ്റിക്കല്ലേ എങ്ങനെ നിയമം. എടാ വേഗം ഒരു ബെഡ് ഉണ്ടാക്കിയാറാ. എടാ നമുക്ക് ഇനി മറ്റേതൊന്നും മൈൻഡ് ചെയ്യുന്നു ഞാൻ പോണല്ലോ. ഞാൻ വേഗം വീട്ടിൽ പൂളിഞ്ഞാപ്പോട്ടെ. നമുക്ക് ആവശ്യമുള്ള പൂള് നമ്മൾ തന്നെ തൊട്ടണോ. കൂട്ടുകാരെ കൊണ്ട് സഹായിക്കാനൊക്കെ പറ്റൂട്ടോ. നീ എവിടെയാ അവനെ കണ്ടു? ഇത് ഫേക്ക് അല്ലാട്ടാ, ശരിക്കാണ്. എടാ ഇതിനെ കുഴിയിലാക്കട്ടെ. എടാ ഇശാന ഞാൻ പറഞ്ഞില്ലടാ റെഡ് ഷീപ്പ് ഉണ്ടെന്ന്. അവിടെ പട്ടിക്കൊന്നു പറഞ്ഞ റയർ ഷീപ്പ് ഉണ്ടെന്ന്. പിങ്ക് ഈ ഷോസില്ല. सबर करो, बोला धक्का बुक्की नहीं करने का, आराम से लेने का. 3 days later. അത് നമുക്ക് എടുത്തു കളയാം. എന്റെ സാധനം കൂട്ടിയ നിന്റെ സാധനം എന്നോടോ ചെയ്യണം. നിന്റെ അടുത്ത് ഇരുന്നില്ലേ നഗത്തെ? ഞാൻ കണ്ടില്ല. അതന്നെ പറഞ്ഞ എന്റെ ബോളുകളെ കയ്യിലായിരുന്നു. എന്നാ എടുക്ക്. എവിടെയാന്ന് എനിക്കറിയോ. ഞാൻ ഈ കത്തിട്ട് പിന്നെ മാറിയിട്ടില്ല. അപ്പൊ എവിടെ എവിടെയും ഉണ്ടാവും. നീ മാറിയിട്ടില്ല എന്നല്ല പറഞ്ഞ. അപ്പൊ മാറാണ്ടിരിക്കുകയാണെങ്കി അവിടെ തന്നെ ഉണ്ടാവും. നോക്ക് നീ എടുത്തില്ലടാ. ഒരു ഷീപ്പ്. അപ്പൊ ഫസ്റ്റ് നമ്മൾ ബെഡ് ഉണ്ടാക്കുന്നതാണ്. അല്ലെങ്കിൽ രാത്രി പ്രാന്തന്മാരൊന്ന് എന്നെയും പാപമായ എന്നെയും ഈ പൊട്ടനായി ശനിയെ കൊല്ലുന്നതായിരിക്കും. ഇല്ലടാ ദൂരി അദ്ദേഹം. ഓക്കെ കുഴപ്പമില്ല. അവൻ എന്നെ അറിയാൻ കഴിച്ച അവന്റെ സ്വഭാവം. എടാ ഒരു ഷീപ്പ് റെസെറ്റ് ഇട്ടാ. ഉയ്യോ ഞാൻ ഇപ്പൊ ഗുണാക്കേവില് വേണാനെ. നീ അങ്ങനെ എങ്ങനെ ചത്തേ? തന്നെ റേറായിട്ടുള്ള ഷീപ്പിനെ കൊന്നതിന് ഞാൻ ചെയ്യണ്ട പിന്നെ. അപ്പൊ നീ പിന്നെ എന്തായാലും ചത്തില്ല. പിന്നെ എന്തിനു വൂൾഫിനെ അടിക്കാൻ പോയേ? നിങ്ങൾക്ക് വേണ്ടിയായിട്ടാണ്. നിങ്ങൾക്ക് വേണ്ടി പിന്നെ അവന് വേണ്ടി. നിങ്ങൾക്ക് വേണ്ടിയാണ് കേട്ടാ. അപ്പൊ നിങ്ങളൊന്ന് ഒരു ലൈക്ക് അടിക്കുകയാണെങ്കിൽ. ഒരു ലൈക്ക് മാത്രല്ല, ആ കുഞ്ഞൊരു ചോപ്പ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അതിനകത്ത് തുരുപ്പെടുത്തോ. ആ ബെല്ലൈക്കൺ നിക്ക. അയ്യോ എനിക്ക് പോയിസനടിച്ചു. എന്തിന്റെ കടയായിരുന്നു? നീ എവിടെയാ പോയേ? ഞാൻ ഇവിടെ തപ്പുണ്ട്. നീ എവിടെയാ? ഞാൻ -170. എനിക്ക് 2 മൂള് കിട്ടി. ഒരു മൂടുമില്ല. നല്ലതാ. വേഗം കണ്ടുപിടിക്ക്. ഒരു ഷീപ്പിനെ പോലും കണ്ടില്ല. എനിക്ക് 2 മൂള് കിട്ടി. അമ്മ ചത്ത്. എന്റെ 2 മൂളും കാണാണ്ടേ. നിന്റെ ഒരു പിങ്ക് മൂളുണ്ടാ? ഇല്ല. അയ്യോ പിങ്ക് മൂളാണ് കാണാണ്ടേ. നല്ലതാ. 3 days later. എടാ ഇനിയെങ്കിലും നീ എന്റെ കൂടെ കിട്ടിയില്ല. പെട്ടെന്നൊരു വീടുണ്ടാക്കി സെറ്റാവാ. അതെ ഫസ്റ്റ് നീ ബെഡ് ഉണ്ടാക്കുക. അതിന്റെ വീടുണ്ടാക്കാം. അടിക്കരുത് രാമൂട്ടി.
എന്നെ വെറുതെ അടിച്ചിട്ട് അടിക്കില്ല. ഞാനല്ല അടിച്ചേ, സ്കെയിലിട്ടർ ഞാനായിരിക്കൂലേ? പെട്ടെന്ന് ഒരു ചെറിയ വീട് ഉണ്ടാക്കാമോ? ചെറിയ വീടാ. പോയി ഞങ്ങള് താജ്മഹൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതെ. നല്ല ഭംഗിയുള്ള സുന്ദരമായ താജ്മഹൽ. പക്ഷെ വുഡ് തീർന്നു പോയി മാത്രം. അപ്പൊ നമ്മള് ഈ ഒരു രാത്രി നമ്മള് വീഡിയോ എടുത്തു. ഫസ്റ്റ് ഡേ ഒക്കെ ആണ് നമ്മള് ഇന്ന് കളിക്കുന്നത്. തന്നെ ഒരു വാതില് വെച്ചിട്ടുണ്ടാ. വാതില് നമ്മളാ കുഞ്ഞു വീടാണെങ്കിൽ നമ്മള് ഹൈടെക് ആയിട്ട് പണിയുള്ളൂ. അതെ. അയ്യോ മേളിക്ക് ഇപ്പൊ എങ്ങനെ കയറും? കൂടുതൽ സ്റ്റെപ്പ് ഉണ്ടാക്കിയാലോ? വേണ്ട, എന്തിനാ വെറുതെ ചെലവ് ഉണ്ടാകുന്നു. ഐ മാറിക്കറാ. ഇലയിരുന്ന ഈ ഇലേനൊക്കെ ഈ ഇലയുടെ കാര്യം പറഞ്ഞ വീഡിയോ ഉണ്ടാവും. അപ്പൊ നമുക്ക് വീഡിയോ ഉണ്ടാക്കാം. മേളത്തെ ഭാഗം മടക്കി നമുക്ക് അവിടെ ഇത് പൊട്ടിച്ചാറാ. ഈ രണ്ടെണ്ണം അവിടെ ലൈറ്റ് ആടാ. ഒരു ഓട്ടുണ്ടാക്കറാ. ലൈറ്റ് വേണ്ടേ? നമ്മള് ചെറിയൊരു ഓട്ടുണ്ടാക്കിടോ. മൂൾ പോകാൻ നോക്കിറോ ഈശാനെ. ഈശാനെ എന്ത് ആകാശം നോക്കി നീ ഓട്ടയുടെ കൂടെ കണ്ടു. ബോയ്സ് അവിടെ ഞാൻ ഒന്ന് പുറത്തു വേണ്ട, നമുക്ക് പിന്നെ കാണിച്ചേക്കാം. അല്ലെ നമുക്കൊന്ന് ഫസ്റ്റ് ഒന്ന് ഞാൻ ഒന്ന് ഫ്രണ്ട് സ്ക്രീൻ ആക്കട്ടെ. എടാ നമുക്ക് പുറത്ത് നിന്നാക്കാം രാവിലെ. അപ്പൊ ഇതാണ് നമ്മള് വീട്. ചെറിയൊരു സെറ്റപ്പ് ആണ്. അവിടെ നമുക്കൊന്ന് ഉറങ്ങിയിട്ട് രാവിലെ ആയിട്ട് കാണിച്ചു കൊടുക്കാം. ഉറങ്ങിക്കോ. ഉറങ്ങി. ഗുഡ് നൈറ്റ്. ചീടറി മിണ്ടാണ്ടിരിക്കാൻ ബാക്ക് സ്ക്രീൻ ആകട്ടെ. ഞാൻ ഫസ്റ്റ് പേഴ്സണോ കേട്ടോ കളിക്കണേ. അപ്പൊ ഗൈസ് ഇതാണ് നമ്മുടെ ചെറിയൊരു താജ്മഹൽ. അതെ. പിന്നെ 700 എത്രയാണ്ട് സബ്സ്ക്രൈബേഴ്സ് ആയി. അതിനൊക്കെ ഇവനെങ്ങനെ താങ്ക് യു പറയുന്ന അറിയില്ല. എന്താ പറയൂലോ പേര്. പുലർത്തുക സുഹൃത്തുക്കളെ. അത് നമുക്കൊന്ന് വീടൊന്ന് ഇന്റീരിയർ വർക്ക് കാണാം. അതെന്താ നീ അലമ്പാക്കുന്നു? അത് കുഴപ്പമില്ല. അതെന്ത് പ്രാന്ത് കാണിക്കുന്നുണ്ട്. നമുക്ക് ഇന്റീരിയർ വർക്ക് കാണാം. ഇതാണ് ഇന്റീരിയർ. ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ, ഒരു 2 ബെഡ്. നീ തൊള അത് നിങ്ങൾ മനഃപൂർവ്വം ചെയ്ത തൊളയാണ് കേസ്. അതിന്റെ ഒരു ഭംഗി. ആകാശം കാണാൻ ഈശാന്റെ ആകാശം കണ്ടെടുക്കാൻ നല്ല താല്പര്യമുള്ള ആളാ അല്ലടാ? അല്ലേന്ന് അല്ലേന്ന് ചോദിക്കുമ്പോ ഇങ്ങനെ കിടന്ന് ഞാൻ കൊല്ലും. പണി വരുന്നുണ്ട്. എന്റെ എല്ലാ സാധനം എനിക്ക് ഇപ്പൊ കിട്ടിയില്ലെങ്കിൽ നിന്റെ വീടിനോ കത്തിച്ച് കളയും. അയ്യോ എടാ നിന്റെ കിടക്കുന്നുണ്ട്. പേടിക്കല്ലേ ഇങ്ങനെ. 7 വുഡ്. ഇത് എടാ ഫുഡ് എനിക്ക് തരുമോ? 15 ഇത്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഇങ്ങനത്തെ സാധനങ്ങൾ കിട്ടാണ്ടല്ലോ. ഏതാ? സാപ്ലിങ്. അത് വേണോ? സാപ്ലിങ് മാത്രമല്ലോ. സാപ്ലിങ് പിന്നെന്താ? ഒരു വൂളിന് കണക്ക് പറയുന്നോടാ. പിന്നെ അറിയില്ല. അതുപോലെ തന്നെ അത്ര ഉള്ളു. നമ്മള് 2 പേരല്ല, ഒരു പ്രാന്തനും കൂടി വരും. അത് ഇപ്പോഴായിരിക്കില്ല, പിന്നെ ആയിരിക്കും. പിന്നെ ഇവനൊരു ദിവസം ഉണ്ടാവില്ല ഇഷാൻ. അപ്പൊ ഞാൻ അവനും കൂടി കളിക്കുക വേൾഡില്. അത് ഞങ്ങള് വീഡിയോ കേസ് നമ്മള് അപ്പുറത്തെ വീട്ടുകാർക്ക് ഒളിഞ്ഞ് കാണാനുള്ള ഒരു സ്ഥലമാണ്. അവിടെ ഇഷാൻ അവിടെ നിറ കണ്ടു. അപ്പൊ ഇതാണ് നമ്മുടെ വാട. ആകാശം കാണാം. പുറത്തേക്ക് കണ്ട സൂര്യനായി തരൂ. സൂര്യൻ പർപ്പിള്. അതൊക്കെ പർപ്പിളാണ്. അല്ലല്ലോ. അത് നോക്ക് നീ. പുല്ല് അനങ്ങണ പുല്ല് അങ്ങനല്ല.
അത് ശരിക്കും സൂര്യന്റെ കളറ് വൈറ്റ് ആണ്, നമുക്ക് റെഡും യെല്ലോ ആയിട്ട് തോന്നുന്നതാണ്, മനസ്സിലായ? നീ നല്ല ഭംഗിയുണ്ട് ആകാശം കാണാൻ. അപ്പൊ ഗൈസ് ഇതാണ് നമ്മുടെ സ്ഥലം. ഞാനിത് നിങ്ങൾ പറയണ്ട, ഇതാണ് എന്റെ ബേക്ക് ഭാഗം. ഇഷാന്റെ കാലുണ്ടോ ഗൈസ്? കാല് നിങ്ങൾ ശ്രദ്ധിച്ചാ? നീ എന്നെ അടിക്കോ? ധൈര്യം നീ അടിക്കടാ, അടിക്കടാ, നീ അടിക്കടാ.